സർ വളരെ കാലത്തിന് ശേഷമല്ലേ ഒരു പോസിറ്റീവായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സെനാരിയോയിൽ ഇങ്ങനെ ഒരു വലിയൊരു കോൺക്ലേവ് വരുന്നത്? സാറിൻ്റെ ഒരു ഇംപ്രഷൻ എന്താണ്? ഫസ്റ്റ് ഡേ ആയി ഒരു ഇംപ്രഷൻ എന്താണ്? കോൺക്ലേവുകൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളും നടത്താറുണ്ട്, നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം ഇപ്പോൾ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ ട്രഡീഷണലി ഒരു സർവീസ് സെക്ടർ ഒരു കൺസംഷൻ ലെഡ് എക്കണോമി ആയിരുന്നു കേരളത്തിൽ. മാനുഫാക്ചറിങ് സെക്ടർ, പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ താരതമ്യേന മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറകിൽ നിന്നൊരു സംസ്ഥാനമാണ്, തമിഴ്നാടിനെയോ മഹാരാഷ്ട്രയോ ഗുജറാത്തിനെയോ ഒക്കെ അപേക്ഷിച്ച്. പക്ഷേ നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൊണ്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത ഒരു അവസ്ഥ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വളരെ പെട്ടെന്ന് ഒരു ടേക്ക് ഓഫിനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരെ വൈബ്രൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം മാനുഫാക്ചറിങ്, അതുപോലെ റോബോട്ടിക് ഇനേബിൾഡ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ AI ഇനേബിൾഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അങ്ങനെ പുതിയ തരം പ്രോഡക്റ്റുകൾ നമുക്ക് കേരളത്തിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കേരളത്തിൽ വരാനുള്ള ഒരു സാധ്യതയും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ദിശാസൂചകമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. ധാരാളമായി കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ ഒരു സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ശരിക്കും അത്തരം ആളുകളെ നമ്മൾ ഒന്ന് സ്റ്റാൾ ചെയ്ത് നിർത്താൻ തരുന്ന തരത്തിലുള്ള ഒരു എന്തരം ഇന്നോവേഷൻസ് ആണ് നമുക്ക് വേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ കുട്ടികൾ വിദ്യാസമ്പന്നരായിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്നോ കേരളത്തിന് വെളിയിലോ വിദ്യാഭ്യാസം നേടിയിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിനവരെ പ്രാപ്തരാക്കിയത് നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസാണ്. നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മെച്ചമാണ്. അപ്പോൾ അതിനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടായിട്ടാണ് അവർ കേരളത്തിൽ നിന്നോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോയി വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് നല്ല ജോലികൾ പല വിദേശ രാജ്യങ്ങളിലും നേടാൻ അവരെ പ്രാപ്തിയാക്കിയതാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ നിൽക്കണമെന്ന് അർത്ഥമില്ല. അവരെല്ലാം കുറേ പേര് വെളിയിൽ പോകുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. അവരിൽ പക്ഷേ നമുക്കും കേരളത്തിലും കുറേ അധികം മാനുഫാക്ചറിങ് കപ്പാസിറ്റിയും കുറേ ജോലി സാധ്യതകളും കേരളത്തിലും വലിയ തോതിൽ ഉണ്ടാകണം. അതിലൊരു പങ്ക് ആൾക്കാർ കേരളത്തിൽ നിൽക്കണം. കുറേ പേർ വെളിയിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ ജോഗ്രഫിയാണ്. ഈ ചെറിയ ജോഗ്രഫിയിൽ ആൾക്കാർ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊരു ഗ്ലോബലൈസ്ഡ് വേൾഡാണ്. അപ്പോൾ അവർ പ്രാപ്തിയോടുകൂടി അവർ നല്ല നിലയിലുള്ള ജീവിത സാഹചര്യത്തിൽ ഏത് രാജ്യത്ത് പോയി ജീവിച്ചാലും അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും വികസനം ഉണ്ടാവണം, കേരളത്തിലും പുതിയ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ടാകണം, കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാവണം, കൂടുതൽ തൊഴിൽ സാധ്യതകൾ സർവീസ് സെക്ടറിൽ ഉണ്ടാവണം, ഹൈ എൻഡ് സർവീസ് സെക്ടറിൽ ഉണ്ടാവണം. അതിനുമാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പുതിയ നയമോ ഒരു ഉപദേശമോ എന്തെങ്കിലുമൊക്കെ സർക്കാരിനായിട്ട് നൽകാൻ സാറിൻ്റെ ഭാഗം? സർക്കാരിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേരള സർക്കാർ. ആ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനും അതിൽ കൂടുതൽ മറ്റ് പല മേഖലകളിലുള്ള വിവിധ മേഖലകളിലുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും കൂടി അതിൽ ഉൾച്ചേർത്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കേരളത്തിൻ്റെ നയരൂപീകരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവ് ശ്രമമാണ്. ശ്രമമാണ്. വളരെ നന്ദി സാർ.